ഡോക്ടറെ, നമ്മൾ ഇന്ന് ഇവിടെ ഒരു വലിയൊരു കൺസേൺ, അതായത് പേരൻസിൻ്റെ അടുത്ത് ഭയങ്കര ഒരു കൺസേൺ ആയിട്ടുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ ആദ്യത്തെ കുട്ടിയൊക്കെ ആണെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഒരുപാടുള്ള ആരായിക്കോട്ടെ, കുട്ടികളുടെ കാര്യത്തിൽ നമ്മളെ ഒരു ഭയങ്കര കൺസേൺ ആയിരിക്കുമല്ലോ. ഈ ഫെബ്രൽ സീഷർ എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, അതായത് പനിയോട് കൂടിയിട്ട് അതിനെ കുറിച്ചിട്ട് ശരിക്കും ഒരു ഭയങ്കരമായിട്ട് പാനിക് ഉണ്ടാകുന്ന സിറ്റുവേഷൻ. അത് പാരൻസിന് യൂഷ്വലി ചെറിയ കുട്ടികളിൽ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് പാനിക് ഉണ്ടാക്കുകയും ഭയങ്കര ആങ്ഷ്യസ് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഫെബ്രൽ സീഷർ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് യൂഷ്വലി ഇത് കണ്ടുവരുന്നത്. അപ്പം പനിയോടുകൂടി വരുന്ന അപസ്മാരം, അതായത് യൂഷ്വലി അതൊരു 2 മുതൽ 3 മിനിറ്റ് വരെ അത് ലാസ്റ്റ് ചെയ്യും. അത് ഫുൾ ബോഡി ജെർക്ക് ചെയ്യുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ചിലപ്പം കൈയും കാലും വിറയ്ക്കുക, കണ്ണ് മുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ ചുണ്ട് നീല നിറമാവുക, വായിക്കൂടെ നുരയും പതയും വരിക. യഥാർത്ഥത്തിൽ ഒരു അപസ്മാരം എങ്ങനെ പ്രസന്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇത് പ്രസന്റ്. ഈ ഫെബ്രൽ സീഷർ ആണെങ്കിലും അതേമാതിരി ജനറലൈസ്ഡ് ആക്ടിവിറ്റി ഉണ്ടാവും, അതായത് ഈ വിറയ്ക്കുന്നതുണ്ടാവും. ആ സമയത്ത് കുട്ടിക്ക് ബോധം ഉണ്ടാവില്ല. ഇത് കണ്ടു കഴിയുമ്പോഴാണ് യൂഷ്വലി പാരന്റ്സ് ഭയങ്കര ആങ്ഷ്യസ് ആവുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയുണ്ടാവില്ല. ഉടനെ കുട്ടീനെ എടുത്തിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് ഓടുക, അങ്ങനത്തെയാണ് ചെയ്യാറ്. ശരിയാണ്, പലരും ഞാനിവിടെ കാണാറുണ്ട്, ഇടിയിലേക്ക് അട്ട് ഡ്രസ്സിൽ ഓടി വരിക ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്താണ് പാനിക്കാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ അപസ്മാരം വരുമ്പോൾ എങ്ങനെയാണെങ്കിലും അത് പാനിക്കാവും. അതിന് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ വീണ്ടും വരികയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ ഇടതുവശത്തേക്ക് ചെരിച്ച് കിടത്തുക എന്നുള്ളതാണ് ആദ്യം വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതായത് നമുക്ക് തരിപ്പിലേക്ക് പോകാതിരിക്കുക, തുപ്പലും കാര്യങ്ങളും ഒരുപാട് സെക്രീഷൻസ് ഉണ്ടാകുന്നത് ലങ്സിലേക്ക് പോയി ന്യൂമോണിയ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് ഇടതുവശത്തേക്ക് ചെരിച്ച് കിടത്തുക, ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലേക്ക് കിടത്തുകയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് ഒരു 5 മിനിറ്റാണ് ഒരു അപസ്മാരം ഉണ്ടായി കഴിഞ്ഞത്, കൂടുതൽ ഡാമേജ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാൻ കഴിയുന്ന ഒരു 5 മിനിറ്റിൽ കൂടുതൽ അത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ, എന്താണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും 5 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകണം. യൂഷ്വലി അത് 2-3 മിനിറ്റ് കൊണ്ട് ഇത് സെറ്റിൽ ആവാറുണ്ട്. പക്ഷേ സെറ്റിൽ ആയി കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് കുട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടാവും. കുട്ടിയെ പഴയതുപോലെ ഒരു ആക്ടിവിറ്റി ഉണ്ടാവത്തില്ല. അപ്പം എന്തായാലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. ഇൻ കേസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അപസ്മാരം ഉണ്ടെങ്കിൽ നമ്മൾ IV മെഡിക്കേഷൻസ് കൊടുത്തിട്ട് ആ അപസ്മാരത്തെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക. അപസ്മാരത്തിനെ നമ്മൾ ഇല്ലാണ്ടാക്കും. അതിനുശേഷം നമ്മൾ ഒബ്സർവേഷനിൽ കിടത്തുകയാണ് ചെയ്യുന്നത്. അടുത്ത അപസ്മാരം 24 മണിക്കൂറിനുള്ളിൽ അടുത്ത അപസ്മാരം ഉണ്ടാവുന്നുണ്ടോ നമ്മൾ നോക്കാനായിട്ട് ICUയിൽ ഒബ്സർവേഷൻ കിടത്തുകയാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത്. ഇത് ഫ്യൂച്ചറിൽ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് 2 രീതിയിലുള്ള ഫെബ്രൽ സീഷർ ഉണ്ട്. അതായത് സിമ്പിൾ ഫെബ്രൽ സീഷർ ഉണ്ട്, കോംപ്ലക്സ് ഫെബ്രൽ സീഷർ ഉണ്ട്. അതായത് സിമ്പിൾ ഫെബ്രൽ സീഷർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ബിനൈൻ ആണ്. ബിനൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് കൂടുതൽ ദോഷമൊന്നും ഉണ്ടാവത്തില്ല. അത് രണ്ടിനെയും തിരിച്ചറിയണമെങ്കിൽ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അപസ്മാരം ഉണ്ടായി ആ അപസ്മാരം 15 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയെ, അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ അപസ്മാരം ഉണ്ടായി 24 മണിക്കൂറിൽ ഉള്ളിൽ തന്നെ അപസ്മാരം ഒന്നിൽ കൂടുതൽ വട്ടം അപസ്മാരം ഉണ്ടാവുക, അങ്ങനെ സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ അട്ടിപ്പിക്കൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ഫെബ്രൽ സീഷർ എന്ന് പറയും. അപ്പോൾ ഈ കോംപ്ലക്സ് ഫെബ്രൽ സീഷറുകൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. അതായത് ഭാവിയിൽ അതിന് റിക്കറൻസും കാര്യങ്ങളും ഒക്കെ കൂടുതലാണ്. ഇൻ കേസ് അത് സിമ്പിൾ ഫെബ്രൽ സീഷർ ആണെങ്കിൽ അതിന് വീണ്ടും വരാനുള്ള സാധ്യതയോ അതിന് ഡാമേജും കാര്യങ്ങളും വളരെ കുറവായിരിക്കും. വീണ്ടും വരാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് ഇതിനെ നമ്മൾ പറയാറുള്ളത്. എനിക്ക് ചിലപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ഈ ഫെബ്രൽ സീഷറാണ് അല്ലെങ്കിൽ വേറെ സീഷർ ഇതൊക്കെ കാണാറൊക്കെ ഉണ്ട് നമ്മൾ വലിയ കല്യാണം കഴിഞ്ഞ കുട്ടികൾ. പക്ഷെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചറിൽ അധികം അങ്ങനെയല്ല. ഈ ഫെബ്രൽ സീഷർ അപസ്മാര രോഗത്തിലേക്ക് പോകുന്നതിന് ഇത്ര ശതമാനം കേസുകൾ മാത്രമേ പോകത്തുള്ളൂ. യൂഷ്വലി ഒരു 5% കേസുകളാണ് ഫെബ്രൽ സീഷറിന്റെ ഭാവിയിൽ അപസ്മാര രോഗമായി മാറുന്നത്. ആ അപസ്മാര രോഗമായി മാറുന്നതിൽ തന്നെ കോംപ്ലക്സ് ഫെബ്രൽ സീഷറും ഉണ്ട്, സിമ്പിൾ ഫെബ്രൽ സീഷർ ഉണ്ട്. ഒരു സിമ്പിൾ ഫെബ്രൽ സീഷറിൽ 1% കേസുകളാണ് ഭാവിയിലേക്ക് ചിലപ്പോൾ അപസ്മാര രോഗമായി മാറാൻ സാധ്യതയുള്ളതും. കോംപ്ലക്സ് ഫെബ്രൽ സീഷർ ആണെങ്കിൽ ആ കേസുകൾ ടോട്ടൽ കേസുകൾ എടുക്കുകയാണെങ്കിൽ 6% കേസുകളാണ് ഭാവിയിലേക്ക് അത് അപസ്മാര രോഗമായി മാറാൻ സാധ്യതയുള്ളത്. ഇതിൽ ആകെ നമുക്ക് അഡ്വൈസ് കൊടുക്കാനുള്ളത് പേടിക്കരുത്, പാനിക് ആവരുത് എന്നുള്ളതാണ്. നമുക്ക് പേഷ്യന്റിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് വേറെ കോംപ്ലിക്കേഷൻ അതിനെപ്പറ്റി ഉണ്ടാവും. പിന്നെ കയ്യിൽ ഈ ഇരുമ്പ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. അതൊന്നും അപസ്മാരത്തിന് അതൊന്നും ചെയ്യാൻ നാവ് കട്ടിയാവാതിരിക്കാൻ നമ്മുടെ അടുത്ത് വീട്ടിൽ നിന്ന് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. ഇൻ കേസ് നമ്മൾ ഹോസ്പിറ്റലിലോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നാവ് കടിക്കാതിരിക്കാനായിട്ട് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നേ ഉള്ളൂ. യൂഷ്വലി അങ്ങനെ നാവ് കടിക്കലൊക്കെ റയറാണ്. യൂഷ്വലി നുരയും പതയും വിരലാണ് കൂടുതലായിട്ട് ടെൻഷൻ ഈ കണ്ണൊക്കെ ഭയങ്കരമായിട്ട്. പിന്നെ ഇത് പിന്നെ എങ്ങനെ ഒരു ഫെബ്രൽ സീഷർ ആണെന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കരമായിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാണോ മരണം സംഭവിക്കാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ടെൻഷൻ നിൽക്കേണ്ട കാര്യമില്ല. ഉടനെ അടുത്ത മെഡിക്കൽ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതുള്ളത്. പിന്നെ അപസ്മാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വായിലൂടെ മരുന്ന് കൊടുക്കാനോ ഒന്നും വെള്ളം കൊടുക്കാൻ ഒന്നും നിൽക്കരുത്. കൂടുതൽ കോംപ്ലിക്കേഷൻ അത് വയറിലേക്കല്ല പോവുക, ലങ്സിലേക്കാ പോവുക ആയിക്കൊണ്ടിരിക്കുമ്പോൾ.
മെയിനായിട്ട് ടെൻഷൻ അടിക്കാതെ യുക്തിപൂർവ്വം ആ സമയം ആ സന്ദർഭം നമ്മൾ ഏത് ഏജ് മുതലാണ് എത്ര 6 മാസം മുതൽ 5 വയസ്സ് വരെയാണ് യൂഷ്വലി കണ്ടുവരുന്നത്. 5 വയസ്സിന് ശേഷവും കണ്ടുവരുന്നുണ്ട്. പക്ഷെ 5 വയസ്സിന് ശേഷം കണ്ടുവരികയാണെങ്കിൽ പിന്നെ അത് ഭാവിയിലേക്കുള്ള അപസ്മാര രോഗത്തിന് സാധ്യത കൂടുതലായിരിക്കും. ട്രീറ്റ്മെന്റ് എടുക്കണം. മീൻസ് വീണ്ടും ഭാവിയിലേക്ക് അപസ്മാര രോഗമായി മാറാനോ വീണ്ടും റിക്കവർ ചെയ്യാനുള്ള ടെൻഡൻസി അതിന് കൂടുതലായിരിക്കും. 5 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്കാണ് ഇത് വരുന്നതെങ്കിൽ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു കുട്ടിയായിട്ട് വന്നു, അവർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പേരൻസിനോടൊക്കെ നമ്മൾ സംസാരിക്കേണ്ടത് അവർക്ക് ഒരു അവയർനെസ് എന്തായിരിക്കും? അത് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ സംസാരിക്കുക പാരൻസിൻ്റെ ആങ്സൈറ്റി ഒഴിവാക്കാനായിട്ട് അതിനെ ആ പേടിക്കുന്ന രീതിയിലുള്ള സംഭവം അല്ല എന്ന് പറഞ്ഞ് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാനാണ് ആദ്യമേ നമ്മൾ പ്രോപ്പർ കൗൺസിലിംഗ് ആണ് പാരൻസിന് കൊടുക്കേണ്ടത്. പിന്നെ അതിനുശേഷം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അപസ്മാരത്തോടു കൂടിയാണ് ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ ഹോസ്പിറ്റലിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്തായാലും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ നട്ടിൽ നിന്ന് നീര് കുത്തിയെടുക്കുന്ന ലംബാർ പങ്ക്ചർ എന്ന് പറഞ്ഞ ടെസ്റ്റ്, പിന്നെ ബ്രെയിൻ ന്യൂറോ ഇമേജിങ് അതായത് MRI CT മുതലായ ടെസ്റ്റുകൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അപ്പൊ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള അറിയാനേക്കാൾ കൂടുതൽ വേറെ എന്തെങ്കിലും ഭാവിയിൽ അത് റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ അറിയാനായിട്ട് എന്തെങ്കിലും ബ്രെയിൻ അബ്നോർമാലിറ്റീസ്. അതിപ്പോൾ നമ്മൾ ഇൻ കേസ് നമ്മൾ CT MRI എടുക്കുന്നത് ചിലപ്പം റേസ്ഡ് ICT എന്ന് പറയും. അത് എന്തെങ്കിലും സ്പേസ് ഓക്യുപ്പൈയിങ് ലീഷൻ തലച്ചോറിനകത്ത് എന്തെങ്കിലും ട്യൂമറോ അങ്ങനത്തെ സംഗതികളൊക്കെ ആയതിനു ശേഷം അങ്ങനെ വരുന്നവർക്കും സീഷറായിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്യുക. ആ ഒരു കേസിൽ റേസ്ഡ് ICT ബ്രെയിനിലെ പ്രഷർ കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടോ, മീൻസ് തലച്ചോറിൻ്റെ ആ വെള്ളം CSF ഒഴുകുന്നതിന് വല്ല ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് നമ്മൾ ഈ CT പോലെയുള്ള ടെസ്റ്റുകൾ നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് തന്നെയാണോ? അത് എല്ലാ ഫെബ്രൽ സീഷറും സിമ്പിൾ ഫെബ്രൽ സീഷർ ആണെങ്കിൽ യൂഷ്വലി നമ്മൾ ന്യൂറോ ഇമേജിങ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം വരുന്നില്ല. യൂഷ്വലി കോംപ്ലക്സ് ഫെബ്രൽ സീഷർ, ഞാൻ ഈ പറഞ്ഞ മാതിരി സിമ്പിളും ഉണ്ട് കോംപ്ലക്സ് ഫെബ്രൽ സീഷറും ഉണ്ട്. അതിന്റെ ഹിസ്റ്ററി കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സിമ്പിൾ ആണോ കോംപ്ലക്സ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കോംപ്ലക്സ് ഫെബ്രൽ സീഷർ ആണെങ്കിൽ നമ്മൾ CT എന്തെങ്കിലും ന്യൂറോ ഇമേജിങ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. സിമ്പിൾ ഫെബ്രൽ സീഷർ ആണെങ്കിൽ യൂഷ്വലി വി ഡോണ്ട് റെക്കമെൻഡ് മെഡിക്കേഷൻ കൊടുക്കൽ തന്നെയുള്ളൂ. നമ്മൾ പിന്നെ MRI CTയുടെ കാര്യം പറയാം. ലംബാർ പഞ്ചിങ്ങിന് എന്താ സംഭവം? നീര് കുത്തിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റും ഒരു വെള്ളം ഒഴുകുന്നുണ്ട്. അത് നമ്മുടെ സ്പൈനൽ കോഡ് വരെ ഒഴുകുന്നുണ്ട്. അത് കംപ്ലീറ്റ് ഫുൾ ടൈം അതിങ്ങനെ എൻസർക്കിൾ ചെയ്തിങ്ങനെ ഫ്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫ്ലൂയിഡിനകത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തലയിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങളുണ്ടോ എന്ന് അറിയാൻ കഴിയും. പക്ഷേ നമ്മൾ എല്ലാ കേസുകൾക്കും ഇപ്പോൾ പറഞ്ഞ പോലെ സിമ്പിൾ ഫെബ്രൽ സീഷർ ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് എന്തെങ്കിലും മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ക്ലിനിക്കൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണെങ്കിലും നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ഹിസ്റ്ററി എടുക്കും. അപ്പോൾ പേഷ്യന്റിനെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് ബ്രുഡ്സിൻസ്കി ടെസ്റ്റ്, മറ്റേ കെർണിങ്സ് ടെസ്റ്റ്, അങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. മെനിഞ്ചൈറ്റിസ് തലയുടെ ആവരണത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ ആണോ ഇത് അറിയാനായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം ആ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവായിട്ട് കിട്ടുകയാണ് എങ്കിൽ നമുക്ക് നട്ടലിന് നീര് കുത്തി പരിശോധിക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം അതിനകത്ത് മെനിഞ്ചൈറ്റിസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് കഴിയും. നട്ടലിന്റെ ആ നീരിനെ നമ്മൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് കഴിയും മെനിഞ്ചൈറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അല്ലാതെ എല്ലാ കേസുകളിലും നമ്മളിത് ചെയ്യേണ്ട കാര്യം മാത്രമാണ് നമ്മളിത് ചെയ്യാറായിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ഡോക്ടർ ഇതിങ്ങനെ ഒരു പ്രാവശ്യം വന്നുപോയി കുട്ടിക്ക്, അപ്പോൾ പാരന്റ്സ് ഒക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ അപ്പോഴോ അല്ലെങ്കിൽ പിന്നീട് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാനായിട്ട് മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇതിനെ പ്രൊഫൈലാക്റ്റിക്കലി, അതായത് കണ്ടിന്യൂസ് പ്രൊഫൈലാക്സിസ്, ഇന്റർമിറ്റന്റ് പ്രൊഫൈലാക്സിസ് അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് ഇന്റർമിറ്റന്റ് പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഒരു വട്ടം ഫെബ്രൽ സീഷർ വന്ന കുട്ടിക്ക് വീണ്ടും വരാൻ, അതായത് യൂഷ്വലി പനി വരുമ്പോഴാണല്ലോ വരുന്നത്. അപ്പം പനി വരുമ്പം യൂഷ്വലി ഒരു ടെമ്പറേച്ചർ കാണുന്ന സമയത്ത് നമ്മൾ തെർമോമീറ്റർ വെച്ച് കുട്ടിയുടെ ടെമ്പറേച്ചർ നോക്കിയിട്ട് ഒരു 100 ഡിഗ്രി 101 ഡിഗ്രി ഒക്കെ പനി ഉണ്ട് എങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരു 2 ദിവസം നമുക്ക് മരുന്ന്, അതായത് ചില മരുന്നുകളുണ്ട്, ഫ്രീസിയം എന്നൊക്കെ പറയാം, ക്ലോബാസാം എന്ന് പറഞ്ഞ മരുന്ന്, അല്ലെങ്കിൽ ബെൻസോ ഡയസപ്പാം എന്ന് പറഞ്ഞ മരുന്നുണ്ട്. അതൊക്കെ നമ്മൾ യൂഷ്വലി ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. ക്ഷീണം നോക്കിയിട്ടാണോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല, അത് പനി ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് ഒരു വട്ടം വന്ന കുട്ടിക്ക് അത് വീണ്ടും വരാനിരിക്കാനായിട്ട് അങ്ങനെ പനി വന്നിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഫ്രീസിയം പോലെയുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്ന റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം 100% വരില്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനായിട്ട് കഴിയത്തില്ല. നമ്മൾ ചാൻസ് പ്രോബബിലിറ്റി കുറയ്ക്കുക എന്ന രീതിയിൽ മാത്രമേ നമ്മളത്. എന്നാൽ നമ്മളങ്ങനെ ഒരു ആക്ഷൻ അങ്ങനെ കൊടുത്തിട്ടുള്ള ഇത്രയും കുട്ടികളെ ഇത് ആക്റ്റീവ് ആണോ? അതിനൊരു ഉണ്ട്, റിസൾട്ട് ഉണ്ട്, സംഭവം റിസൾട്ട് ഉണ്ട്. പക്ഷെ 100% അതിനെ തടഞ്ഞു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇൻ കേസ് അത് കൊടുത്ത കേസുകളിലും വന്ന കേസുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ.